Hi, welcome to Competitive Cracker. NTA നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ. ജൂൺ 16th നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും കൂടി ഇത്തവണ ഒരു ദിവസം 16th എന്നാണ് പറയുന്നത്. സോ ഇനി നമ്മൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്ന് ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡെഫിനറ്റ്ലി 16th തന്നെയായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒരു പക്ഷേ ഒരുപാട് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു 5-10 സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല, എല്ലാ സബ്ജക്റ്റും 80+ സബ്ജക്റ്റ് 16th നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ട്? ഏകദേശം 50 അല്ലെങ്കിൽ 55 ദിവസങ്ങളാണ്. ഏകദേശം 50-55 ദിവസങ്ങളാണ് നമ്മുടെ കയ്യിൽ അപ്രോക്സിമേറ്റ്ലി കയ്യിലുള്ളത്. അപ്പൊ ഇനിയുള്ള സമയം എത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, ഇനിയുള്ള 50+ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിന് വേണ്ടി കൊടുക്കേണ്ട ഡേയ്സ് ആണ്. ഇനി ഇതിന്റെ ഇടയിൽ അത് ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഇനിയുള്ള 50 ദിവസത്തിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വീട്ടിലെ ഫംഗ്ഷൻസ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നിർത്തിയിട്ട് നെറ്റ് എന്നുള്ള അല്ലെങ്കിൽ JRF എന്നുള്ള ഒരൊറ്റ ഫോക്കസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് 50 ഡേയ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തവണ നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത്തവണത്തെ നെറ്റിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നിങ്ങളുടെ PhD അഡ്മിഷനുള്ള ഒരു എൻട്രി കാർഡ് കൂടിയാണ് ഇത്തവണത്തെ നെറ്റ് അല്ലേ. സോ ഇത്തവണത്തെ നെറ്റ് പലരെയും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. PG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് ഓൾറെഡി സബ്ജക്ട് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ട്രാക്കിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്തവണ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. JRFോട് കൂടി തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 ദിവസം നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 50 ദിവസത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നെറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എന്തൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതെല്ലാം ഈ സിലബസിന് അത് തന്നിട്ടുണ്ട് അല്ലേ. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ലിറ്ററേച്ചർ ആണെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഉണ്ട്, അമേരിക്കൻ ഉണ്ട്, കനേഡിയൻ ഉണ്ട്, യൂറോപ്യൻ ലിറ്ററേച്ചർ, അതുപോലെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ. പിന്നീട് ഇങ്ങോട്ട് തിയറിയിലോട്ട് വരികയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയറി, ക്രിറ്റിസിസം, ദെൻ ELT, റിസർച്ച് മെത്തഡോളജി, അങ്ങനെ ഒരുപാട് ടോപ്പിക്സിൽ തന്നെ നീണ്ട് കിടക്കുകയാണ് നമ്മുടെ സിലബസ് അല്ലെ. അപ്പൊ അതിനെല്ലാം കൂടെ നമുക്ക് ഇനി ഈ പറയുന്ന 50 ദിവസത്തിൽ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും, എത്രത്തോളം ഡെപ്തിൽ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള പോർഷൻസ്, ടോപ്പിക്സ് ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യാം. നമുക്കറിയാം മുമ്പ്, അതായത് 2019 മുന്നേ ആയിട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനായിരുന്നു, അതായത് NTA നെറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനായിരുന്നു ലൈൻ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. മേജർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ ഒഴിവാക്കാൻ പറ്റില്ല. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾ എന്തായാലും നെറ്റ് ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും തിയറിയും ക്രിറ്റിസിസം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നെറ്റ് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് സ്ട്രോങ് ആക്കാനും അത് മാക്സിമം റിവൈസ് ചെയ്യാനും ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, തിയറി ആൻഡ് ക്രിറ്റിസിസം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു 3 ഏരിയാസ് നിങ്ങൾ എന്തായാലും കവർ ചെയ്യണം. ഇന്ത്യൻ അതുപോലെ മറ്റുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങളുടെ പ്ലാനിൽ തന്നെ ഫോളോ ചെയ്യുക. ഇതൊന്നും ഇല്ലാണ്ട് ഇനി തുടങ്ങാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലാന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനിയുള്ള 50 ഡേയ്സ് റിലീജിയസ്ലി ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്തവണത്തെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കൂ, ഡേ 1 നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഗ്രീക്കോ റോമൻ പീരീഡ് ആണ്. നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മുതലാണ് തുടങ്ങുന്നത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ തൊട്ട് മുന്നായിട്ട് നമ്മൾ ഏർലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഗ്രീക്കോ റോമൻ പീരീഡ് ആണ്. ഓക്കെ, ഗ്രീക്കോ റോമൻ പീരീഡ് എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ലിറ്ററേച്ചർ. അതിന് വേണ്ടിയിട്ട് ഡേ 1, ഓക്കെ, ഡേ 1 നിങ്ങൾ ആൻഷ്യൻ ലിറ്ററേച്ചർ കവർ ചെയ്യാം, ഗ്രീക്കോ റോമൻ പീരീഡ്. ദെൻ ഡേ 2 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ്. ഓക്കെ, ഏർലി ലിറ്ററേച്ചർ എന്ന് പറയുന്ന, ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് കവർ ചെയ്യുക. ഡേ 3 ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏജ് ഓഫ് ചോസർ. ഈ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ആക്ച്വലി ചെറിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എത്രയും നേരത്തെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഒരു സമയം കൂടെ ചോസറിന്റെ ഏജിന് കൊടുക്കണം. ചോസർ എന്ന് പറയുമ്പോൾ കണ്ടംപററീസ് ഓഫ് ചോസറും കൂടെ അതിനകത്ത് പെടും കേട്ടോ. അപ്പോൾ ചോസറിനും കണ്ടംപററീസ് ഓഫ് ചോസറും, കാൻറ്റർബറി ടെയിൽസ് സ്കിപ്പ് ചെയ്യേണ്ട, അത് അത്യാവശ്യം വലിയൊരു പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ബാക്കി സമയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡേ 3 ചോസറിന്റെ കൂടെ അതുപോലെ കണ്ടംപററീസ് ഓഫ് ചോസർ അടക്കം ഡേ 3 കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡേ 1 and 2 and 3 കഴിഞ്ഞു.
ഡേ 4 എത്തുമ്പോൾ ട്യൂഡർ പീരീഡ് ആണ്. ട്യൂഡർ പീരീഡ് അല്ലെ, എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്ന ട്യൂഡർ പീരീഡ്. അപ്പം എലിസബത്തൻ പീരീഡിൽ നമ്മൾ ഷേക്സ്പിയർ അല്ലാത്തവരൊക്കെ നിങ്ങൾ ഈ ഒരു ട്യൂഡർ പീരീഡിൽ 4th ഡേയിൽ കവർ ചെയ്തിരിക്കണം. ഓക്കെ, ഷേക്സ്പിയർ കണ്ടംപററീസ് വരുന്നുണ്ട്, അല്ലാണ്ട് ട്യൂഡർ പീരീഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഡേ 4 നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ആൻഷ്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചും ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, ഏജ് ഓഫ് സ്റ്റോസർ, ട്യൂഡർ പീരീഡ് ഇത്രയും കവർ ചെയ്തു. ഇനി ഡേ 5 നിങ്ങൾ ഇത് പഠിച്ചതെല്ലാം റിവൈസ് ചെയ്തിരിക്കണം. റിവിഷൻ ആണ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, റിവിഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് റിവിഷന്റെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഒരുപാട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സമയം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ റിവിഷൻ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠനത്തെ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു അതേ സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ റിവിഷനെയും കാണണം, റീകോൾ ചെയ്യണം, ആക്റ്റീവ് റീകോൾ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേപ്പർ 2, അതായത് 100 ക്വസ്റ്റ്യൻസ് വരുന്ന നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പേപ്പർ 1 കൂടെ നോക്കണം കേട്ടോ, ഓൾട്ടർനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാ പാരലലി നിങ്ങൾ പേപ്പർ 1 കൂടെ കൊണ്ടുപോകണം. പേപ്പർ 1 നമുക്ക് 10 പേപ്പേഴ്സ് ആണുള്ളത്. അതിനെ നിങ്ങൾ 50 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ച് നിങ്ങളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, പേപ്പർ 1 മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോർ അടിക്കാണ്ട്, ലൈക്ക് പകല് നിങ്ങൾ പേപ്പർ 2 ആണ് പഠിക്കുന്നതെങ്കിൽ രാത്രി പേപ്പർ 1 പഠിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കംഫർട്ടിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞു 4 ദിവസം നമ്മൾ ബേസിക് ഏർലി ലിറ്ററേച്ചർ കവർ ചെയ്തിട്ടുണ്ട്. ഒരു റിവിഷൻ കഴിഞ്ഞു. റിവിഷൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ആക്റ്റീവ് റീകോൾ ചെയ്ത് തന്നെ പഠിക്കണം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് എക്സാം ഹാളിൽ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡേ 6 നമ്മൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. ഡേ 7 വില്യം ഷേക്സ്പിയർ തന്നെയാണ്. വില്യം ഷേക്സ്പിയർ അത്യാവശ്യം വലിയ ടോപ്പിക് ആണല്ലോ, അതുകൊണ്ടാണ് 2 ദിവസം ഞാൻ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഡേ 8 ഷേക്സ്പീരിയൻ കണ്ടംപററീസ്. ഓക്കെ, ഷേക്സ്പിയർ കണ്ടംപററീസ് ഒക്കെയാണ് ഡേ 8 വരുന്നത്. അവരുടെ വർക്ക്സ് ചുമ്മാ വർക്കും ഇയറും മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് നെറ്റ് കിട്ടൂല. കാരണം നെറ്റ് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. മിയർ സമ്മറി അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അതൊരു കുറച്ചും കൂടെ ഒരു ഇൻഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ മറ്റ് റൈറ്റേഴ്സിനൊക്കെ നോക്കണം. ഡേ 9 എത്തുമ്പോഴേക്കും നമ്മൾ ജക്കോബിയൻ പീരീഡ് കവർ ചെയ്യണം. ഓക്കെ, ഡേ 9 ജക്കോബിയൻ പീരീഡ് കവർ ചെയ്തു. ഡേ 10 എന്താണ്, വീണ്ടും റിവിഷൻ. ഞാൻ പറഞ്ഞു ഷേക്സ്പിയർ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ റീകോൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡേ 10 വീണ്ടും ഒരു റിവിഷൻ. ദെൻ ഡേ 11 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മിൽട്ടൺ ആൻഡ് അതർ റൈറ്റേഴ്സ്. മിൽട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് അല്ലേ. മിൽട്ടന്റെ വർക്ക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരഡൈസ് ലോസ്റ്റ് ഒന്നും മിസ് ചെയ്യരുത്. ഓരോ വർക്കിലും എന്താണെന്ന് പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ദെൻ മിൽട്ടൺ ആൻഡ് അതർ റൈറ്റേഴ്സ്, മിൽട്ടന്റെ കണ്ടംപററീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഡേ 12 ആകുമ്പോൾ നമ്മൾ റെസ്റ്റോറേഷൻ പീരീഡിലെത്തി. ഓക്കെ, ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന് പറയുന്ന റെസ്റ്റോറേഷൻ പീരീഡിലെത്തി. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് വർക്ക്സും വരുന്ന പീരീഡാണ് റെസ്റ്റോറേഷൻ പീരീഡ്. ഡേ 12 കംപ്ലീറ്റ്ലി റെസ്റ്റോറേഷൻ പീരീഡിന് വേണ്ടി കൊടുക്കുക. ഡേ 13 ഓഗസ്റ്റൻ പീരീഡ്, ഡേ 14 ഓഗസ്റ്റൻ പീരീഡ്, ഡേ 15 വീണ്ടും റിവിഷൻ. ഇവിടെ ഞാൻ 2 ദിവസം ഓഗസ്റ്റൻ പീരീഡിന് ഇട്ടിട്ടുണ്ട്. റെസ്റ്റോറേഷൻ പീരീഡിന് 1 ദിവസമേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരെ ചോസറിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഡേ യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് ഇവിടെ നിങ്ങൾ റീസ്കെഡ്യൂൾ ചെയ്യുക. പക്ഷെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും റിവിഷൻ എന്നുള്ള ഈ ഒരു ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. റിവിഷൻ മാൻഡാറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. ഈവൻ 50 ഡേയ്സ് ഉണ്ടായിട്ട് പോലും ഞാൻ ഒരു ദിവസം വീണ്ടും വീണ്ടും റിവിഷൻ ഇടുന്നത് എന്താ വെച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരിക എക്സാം ഹാളിൽ എത്തുമ്പോൾ. ഒരു ഫുൾ ഡേ ഒക്കെ റിവിഷന് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകാം. പക്ഷേ നിങ്ങളൊന്ന് ആക്റ്റീവ് റീകോൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ആ റിവിഷൻ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് റിവിഷന് വേണ്ടി ഫുൾ ഡേ ഇടുന്നതും ബാക്കി മുമ്പ് പഠിച്ചിട്ടുള്ളത് അപ്പം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതും. ഓക്കെ, ഡേ 16 നമ്മൾ വീണ്ടും ഏർലി റൊമാൻറ്റിക്സ്, 17 ലേറ്റർ റൊമാൻറ്റിക്സ് അല്ലെ. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ബൈറൻ, ബ്ലേക്ക്, സദേ അതുപോലുള്ള ആളുകളൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. ലിറിക്കൽ ബാഡ്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, 16, 17 നമ്മൾ റൊമാൻറ്റിക് പീരീഡിന് കൊടുത്തു. ദെൻ 18th ഡേക്ക് വീണ്ടും ഗോത്തിക് റൊമാൻസ് ആൻഡ് അതർ നോവൽസ്. ഓക്കെ, ഗോത്തിക് റൊമാൻസ് മറ്റൊരു വാസ്റ്റ് ഏരിയ ആണ്. അവിടെ നമ്മൾ 1 ദിവസം കൊടുത്തിട്ടുണ്ട് ഗോത്തിക് റൊമാൻസ് ആൻഡ് അതർ നോവൽസ്. ദെൻ 19 വീണ്ടും റിവിഷൻ. ഓക്കെ, റിവിഷൻ ഞാൻ അത്രയും സ്ട്രെസ് ചെയ്യുന്നത് അത് അത്രയും ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ. റിവിഷന് വേണ്ടിയിട്ട് ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്യണം. ദെൻ ഡേ 20 ആകുമ്പോഴേക്കും നമ്മൾ വിക്ടോറിയൻ പീരീഡിൽ എത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ വിക്ടോറിയൻ പീരീഡിൽ. വിക്ടോറിയൻ പീരീഡ് ആക്ച്വലി വലിയൊരു പീരീഡാണ്. പ്രത്യേകിച്ച് നോവലിസ്റ്റുകളൊക്കെ ഇമ്പോർട്ടൻറ്റ് നോവലിസ്റ്റുകളൊക്കെ വരുന്നത് വിക്ടോറിയൻ പീരീഡിലാണ്. അപ്പം 3 ദിവസമാണ് ആക്ച്വലി വിക്ടോറിയൻ പീരീഡിന് കൊടുത്തിട്ടുള്ളത്. പോയം ആയിക്കോട്ടെ, പോയട്രി ആയിക്കോട്ടെ, പ്ലേ ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, എല്ലാം കൂടെ ചേർത്തിട്ട് 3 ദിവസം കൊണ്ട് നമ്മൾ വിക്ടോറിയൻ പീരീഡ് കവർ ചെയ്യുന്നു. അതായത് 21, 22, 2021,
22. എന്നിട്ട് വീണ്ടും റിവിഷൻ. വിക്ടോറിയൻ പീരീഡിന് മാത്രമായിട്ട് ഒരു ദിവസം നിങ്ങൾ റിവിഷന് കൊടുക്കണം. ദെൻ ഡേ 24-ൽ 20th സെഞ്ചുറി ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒത്തിരി റൈറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. T.S. Eliot ഒക്കെ ആ ഒരു സമയത്താണ് വരുന്നത്. ഡേ 25-ൽ വേൾഡ് വാർ ലിറ്ററേച്ചർ, വേൾഡ് വാറിന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും സെറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ 25 കൊടുത്തു. നെക്സ്റ്റ് വൺ ഡേ 26-ൽ വീണ്ടും വേൾഡ് വാർ ലിറ്ററേച്ചർ, അതുപോലെ പോസ്റ്റ് വാർ ലിറ്ററേച്ചർ അല്ലേ. പോസ്റ്റ് വാർ ലിറ്ററേച്ചർ വരുന്നത് ഡേ 27-ലാണ് പോസ്റ്റ് മോഡേൺ പീരീഡിലോട്ട്, അതായത് ആ ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ മോഡേൺ പോസ്റ്റ് മോഡേൺ പീരീഡിലോട്ട് എത്താണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വാർ ലിറ്ററേച്ചറിന് തന്നെ ഏകദേശം നമ്മൾ 3 ദിവസം കൊടുത്തിട്ടുണ്ട്. ദെൻ ഡേ 28-ൽ വീണ്ടും ആ ഒരു ലിറ്ററേച്ചറിന്റെ റിവിഷൻ ആണ് ഈ ഒരു സമയത്ത്. ദിവസം കഴിയുന്തോറും നിങ്ങൾ ഓവറോൾ റിവിഷനും നോക്കണം. ബട്ട് ഒരു ദിവസം കംപ്ലീറ്റ്ലി കൊടുക്കുന്നത് ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഡേ 29-ൽ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഡേ 28 ആകുമ്പോഴേക്കും നമ്മൾ വിത്ത് റിവിഷൻ ആ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ള ഏരിയ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡേ 29-ൽ അമേരിക്കൻ ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് ഇത്രയും ദിവസം കൊടുക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, NTA വന്നതിന് ശേഷമാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ബാക്കി മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്കിൽ പോലും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ഒരു വലിയ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒബ്വിയസ്ലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് തന്നെയാണ്. നമുക്കറിയാം മറ്റ് മേഖല മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റത് മാത്രം പഠിച്ചിട്ട് നെറ്റ് ക്ലിയർ ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അതുകൊണ്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ കവർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ മറ്റുള്ള ഏരിയയ്ക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് അമേരിക്കൻ അല്ലെങ്കിൽ തിയറി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഒരു വലിയൊരു വിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-35 ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഗസ് വർക്കിലൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചറിലോട്ട് എത്തി. 2 ദിവസമാണ് മൂന്ന് ദിവസമാണ് നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചറിന് കൊടുത്തിട്ടുള്ളത്. ഡേ 29, 30 and 31. ദെൻ 32 ആകുമ്പോൾ വീണ്ടും അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ റിവിഷൻ ആണ്. 32 ആകുമ്പോഴേക്കും ഡേ 33-ൽ നമ്മൾ ആഫ്രിക്കൻ ലിറ്ററേച്ചറിന് കൊടുത്തു. ഡേ 34 കനേഡിയൻ ലിറ്ററേച്ചറിന് കൊടുത്തു. ഡേ 35 ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിന് കൊടുത്തു. യൂറോപ്യൻ ലിറ്ററേച്ചറിൽ കരീബിയൻ ലിറ്ററേച്ചർ വരുന്നത് ഡേ 36. ഓക്കെ, അത്തരത്തിൽ നമ്മൾ വേൾഡ് ലിറ്ററേച്ചർ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഡേ 37-ലാണ് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറിലോട്ട് എത്തുന്നത്. ഞാൻ പറഞ്ഞു NTA വന്നതിന് ശേഷം 2019 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ട് നമ്മൾ എന്തായാലും ഫോക്കസ് കൊടുക്കണം. അപ്പോഴും ഞാൻ പറഞ്ഞു ഓരോ ഏരിയ കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ. ബ്രിട്ടീഷ് കവർ ചെയ്യാണ്ട് നിങ്ങൾ വേറെ എവിടേക്കും പോകരുത് എന്നുള്ളതാണ് ഞാൻ പിന്നെയും പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്ട്രെസ് കൊടുക്കേണ്ട, ബ്രിട്ടീഷിനെ പോലെ തന്നെ സ്ട്രെസ് കൊടുക്കേണ്ട മറ്റൊരു ഏരിയ ആണ് ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഒരുപാട് ആക്ട്സുകളും റിഫോംസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ, ആൻഷ്യൻ ലിറ്ററേച്ചർ, നമ്മുടെ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ സ്ട്രെസ് ചെയ്യുക. അതുപോലെ തന്നെ ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചറിനെയാട്ടോ പറയുന്നത്. അതിന് കൂടെ തന്നെ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഞാൻ പറഞ്ഞു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഇൻ ഇന്ത്യനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഡേ 37 കംപ്ലീറ്റ്ലി നമ്മൾ അതിന് കൊടുക്കുന്നു. അതിനുശേഷം ഡേ 38-ൽ നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് റൈറ്റേഴ്സ്, ഓക്കെ, 1947 ശേഷം എഴുതിയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് 38-ൽ. ദെൻ 39-ൽ നമ്മൾ ദളിത് ലിറ്ററേച്ചർ, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ പറയുന്ന പോലെ തന്നെ ദളിത് ലിറ്ററേച്ചർ അല്ലെ. ദളിത് ലിറ്ററേച്ചർ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ സംസാരിക്കുമ്പോൾ ദളിത് ലിറ്ററേച്ചർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഡേ 39-ൽ നിങ്ങൾ ദളിത് ലിറ്ററേച്ചർ കവർ ചെയ്യണം. ദെൻ ഡേ 40-ൽ വീണ്ടും റിവിഷൻ. ഓക്കെ, ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ കംപ്ലീറ്റ് റിവിഷൻ നിങ്ങൾ ഡേ 40 ആകുമ്പോഴേക്കും തീർത്തിരിക്കണം. ദെൻ 41 നമുക്ക് ലിംഗ്വിസ്റ്റിക്സിന് കൊടുക്കാം, 42 ലിംഗ്വിസ്റ്റിക്സിന് കൊടുക്കാം. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻ ആയിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ബാക്കി നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ തന്നെ റീഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റിവിഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ്. ലിംഗ്വിസ്റ്റിക്സ് നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ 41 and 42 നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് കൊടുക്കുന്നു. അതിനുശേഷം 43 and 44 കൾച്ചറൽ സ്റ്റഡീസ് അല്ലെ. തിയറിയിലെ കൾച്ചറൽ സ്റ്റഡീസ് ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് കൾച്ചറൽ സ്റ്റഡീസിന് വേണ്ട ഒരു സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. ദെൻ 45 എത്തുമ്പോഴേക്കും ലിറ്ററി തിയറി. ഓക്കെ, ലിറ്ററി തിയറി ഒരുപാട് ലിറ്ററി തിയറി നമുക്ക് വരുന്നുണ്ട്. അതിൽ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ആക്ച്വലി നമ്മൾ ഇന്ത്യൻ റൈറ്റേഴ്സിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ കുറേ റൈറ്റേഴ്സ് അവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ദെൻ ലിറ്ററി തിയറിക്ക് നമ്മൾ പിന്നീട് 3 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി 3 ഡേയ്സ് വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ സമയത്തിന്റെ ഒരു
പരിമിതിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒരുപാട് ഡെപ്തിലോട്ടൊന്നും പോകാതെ ലിറ്ററി തിയറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിയറീനെ പറ്റി ഒരു ഐഡിയ, ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേയൊക്കെ ഗസ് വർക്ക് വർക്ക്ഔട്ട് ആവും. അതുകൊണ്ട് ഒരുപാട് ഡെപ്തിലോട്ടൊന്നും പോകാതെ നിങ്ങൾ ഓതേഴ്സിനെയും വർക്കിനെയും അവരുടെ വർക്കിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ തിയറിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എടുക്കുക, തിയറീസിനെ ഉണ്ടാക്കുക, തിയറിസ്റ്റുകൾ ഉണ്ടാക്കുക, അവരുടെ വർക്ക്, ദെൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ, അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതിനുശേഷം പിന്നെ തിയറിയുടെ ഐഡിയാസ്, ഒരു PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് ഡെഫിനറ്റ്ലി തിയറിയുടെ എല്ലാ തിയറീസും എന്താണ്, അല്ലെങ്കിൽ ഒരു പഠിച്ചിട്ടുള്ള എസ്സേയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. സോ അത് അതിൻ്റെയൊക്കെ ഒരു ബേസിൽ നിങ്ങൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ടൊക്കെ തിയറി കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ സമയം നമുക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഞാൻ തിയറിക്ക് കൊടുത്തിട്ടുള്ളത്. ദെൻ ലിറ്ററി ടേംസ് ആൻഡ് ക്രിറ്റിസിസം, അത് 48-ൽ ഡേ 48-ൽ നമ്മൾ ടേംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ദെൻ 49 ആകുമ്പോഴേക്കും ELT, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിനും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നമുക്കൊരു സിലബസിലൊരു ടോപ്പിക്കായിട്ട് തന്നെ തന്നിട്ടുമുണ്ട്. സോ ELTക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. ദെൻ ഡേ 50-ൽ റിസർച്ച് മെത്തഡോളജി. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിനെ, അതായത് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് റിസർച്ച് മെത്തഡോളജി. ഇത്തരത്തിൽ ഡേ 50യോടുകൂടി നമ്മളെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ലാസ്റ്റിലോട്ട് നമുക്ക് റിവിഷൻ അങ്ങനെ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളത് ബാലൻസ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചിലപ്പം ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് കാലം പഠിച്ച് ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിവിഷൻ സമയമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ തിയറിയിലേക്കൊക്കെ റിവിഷന് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ലിറ്ററി തിയറി ആൻഡ് ക്രിറ്റിസിസത്തിലേക്കൊക്കെ റിവിഷന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മുടെ 50-ഡേ സ്റ്റഡി പ്ലാൻ വരുന്നത്. പിന്നീട് 50 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടോ, നിങ്ങൾ എന്നാണ് 50 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരുപാടൊന്നുമില്ല, 4-5 ദിവസം കിട്ടിയാൽ കിട്ടി, ആ ദിവസങ്ങൾ കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടി കൊടുക്കണം. ഓക്കെ, കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നീട് ഒരുപാട് നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ ഇനി ഒരുപാട് എടുക്കാനുള്ള സമയം കയ്യിലില്ല. സോ ഉള്ള സമയം കൊണ്ട് കിട്ടിയ ഇൻഫർമേഷൻ മാക്സിമം തറോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു മാത്സ് ഫോളോയിങ്ങോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ MCQs കിട്ടുമ്പോൾ കൺഫ്യൂസിങ് അല്ലാണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സിനെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. അതിനാണ് ഞാൻ പിന്നെയും റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, സോ ആക്റ്റീവ് റീകോൾ ചെയ്തുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. റിവിഷൻ ആണ് നിങ്ങളുടെ പകുതി, അതായത് സ്റ്റഡീസ് ആണ് 50% എന്നുണ്ടെങ്കിൽ റെസ്റ്റ് 50% ഇസ് ഓൾ അബൌട്ട് റിവിഷൻ. ഓക്കെ, സോ നല്ല കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഓൾറെഡി ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ. അപ്പോൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള സമയം നമുക്കില്ല. മെറ്റീരിയൽ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് പ്രോസസ്, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് റിസർച്ച് ഇസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. സോ അതിനുള്ള സമയം നിങ്ങൾക്ക് ഇനിയില്ല. സോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അസിസ്റ്റൻസും ഗൈഡൻസും കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അവരുടെ ഒരു ഫെസിലിറ്റിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനിയുള്ള ഒരു ഷോർട്ട് പീരീഡിനെ സംബന്ധിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീറ്റീവ് ക്രാക്കറായിട്ട് മീറ്റ് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനിയുള്ള ഒരു 50 ഡേയ്സ് കൊണ്ട് ഇത്തവണ എന്തായാലും നെറ്റ് ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു പ്ലഡ്ജിന്റെ പുറത്ത് റിലീജിയസ്ലി ഇനിയുള്ള സമയം എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം ഒഴിവാക്കുക. ഇനിയുള്ള 50 ഡേയ്സ് കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു എക്സാം ഡെഫിനറ്റ്ലി JRF കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ക്രാഷ് ബാച്ച് നെറ്റിന്റെ 2024 ജൂൺ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് അതിനെല്ലാം സമയമില്ലാത്തവർ ഡെഫിനറ്റ്ലി ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും അതുപോലെ സപ്പോർട്ടും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഡൗട്ട് ക്ലിയറൻസും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസും കൂടുതൽ അപ്ഡേറ്റ്സിനും അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ NTA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.